ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫാമിലിയായിട്ട് തന്നെ ദുബൈയിൽ താമസിക്കുന്നു. പെട്ടെന്ന് തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു എന്നറിഞ്ഞ് അദ്ദേഹം തൻ്റെ ചെറിയ മകനെയും കൂട്ടി അടുത്ത ഒരു ഷോപ്പിംഗ് മാളിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറേ സാധനങ്ങൾ വാങ്ങാൻ അയാൾ ഷോപ്പിലേക്ക് പോയി. വിശാലമായ ആ ഷോപ്പിംഗ് മാളിലേക്ക് കയറി പല സാധനങ്ങളും എടുത്ത് അദ്ദേഹത്തിൻ്റെ ബാഗിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ട്രോളിയിലേക്ക് ഇടുന്നതിനിടയിൽ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ മകനെ കാണാനില്ല. ഷോപ്പിംഗ് മാളിൻ്റെ പല ഭാഗത്തും വെപ്രാളപ്പെട്ട് വേവലാതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്നു നോക്കി, കുട്ടിയെ കാണുന്നില്ല. അധികൃതരെ അറിയിച്ചപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി കവാടം പെട്ടെന്ന് അതിൻ്റെ മുൻ കവാടമൊക്കെ അടച്ചു. അവിടെയും ഇവിടെയുമൊക്കെ ആ കുട്ടിയെ പരിശോധിച്ചിട്ട് എവിടെയും കണ്ടെത്താനാകില്ല. അവസാനം കുട്ടികൾ കളിക്കുന്ന ആ പാർക്കിൽ തൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോടൊത്ത് അവൻ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ആ മനുഷ്യൻ അനുഭവിച്ച ഒരു അരമണിക്കൂർ മാനസികമായ സംഘർഷം ജീവിതത്തിൽ അയാൾ എന്നേവരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ഫ്ലാറ്റിൽ വന്ന് ഈ സംഭവം തൻ്റെ ഭാര്യയോട് പറയുമ്പോൾ, ദൈവം സഹായിച്ച് നമ്മുടെ കുട്ടിയെ നമുക്ക് കിട്ടിയല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, ഈ വരുന്നതിനിടയിൽ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൂടെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ അതിൻ്റെ കാരണം? അപ്പോഴാണ് ആ പ്രവാസിയായ സഹോദരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞത്, 2-3 വർഷമായി ഞാൻ നാട്ടിൽ പോയിട്ട് ഓരോ രാത്രിയിലും എൻ്റെ അമ്മ എന്നെ വിളിക്കും, മോനെ ഞാൻ രോഗിയായിട്ട് കിടപ്പാണ്, നീ എൻ്റെ അന്ത്യശുശ്രൂഷക്കെങ്കിലും നീ ഒന്ന് ഇവിടെ എത്തുമോ, കൂടുമോ? അപ്പോഴാണ് എൻ്റെ മകൻ എനിക്കൊരമണിക്കൂർ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ ആഘാതവും വേദനയും എത്രയെന്ന് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ അമ്മ 9 മാസവും 10 ദിവസവും എന്നെ നൊന്തു പ്രസവിച്ച എൻ്റെ അമ്മ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കവും മാനസികമായ സംഘർഷവും എത്രയെന്ന് അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്. സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും പലതും വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു കാലത്ത് ഓടി നടന്ന അച്ഛനും അമ്മയും പെട്ടെന്ന് കിടപ്പിലായി. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ ഒരാവശ്യം വന്നപ്പോൾ തൻ്റെ മക്കളും പേരമക്കളുമൊക്കെ ഉറക്കത്തിലാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബെഡിൽ അറിയാതെ ഒന്ന് മൂത്രമൊഴിച്ചു പോയപ്പോൾ നേരം വെളുക്കുവോളം ആ സാധു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ വേദനകളും വെപ്രാളങ്ങളും വേവലാതികളും എത്രത്തോളമെന്ന് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഈ വൃദ്ധദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. നേരം വെളുക്കുമ്പോൾ എൻ്റെ മകനോട്, എൻ്റെ മരുമകളോട്, എൻ്റെ പേരക്കുട്ടികൾ, അവരുടെ മുന്നിൽ ഞാൻ അപമാനിതനായി പോകുമല്ലോ എന്ന വെപ്രാളമാണ് 65 വർഷക്കാലം ഓടി നടന്ന ആ വൃദ്ധനായ മനുഷ്യൻ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളും കിടപ്പിലായി പോകും. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന പല രോഗങ്ങളും ചെറുപ്പക്കാർക്ക് പോലും കടന്നു വന്ന് മരണം നമ്മെ മടക്കി വിളിച്ചു കൊണ്ടുപോകുമ്പോൾ പല വീടിൻ്റെ 4 ചുവറുകൾക്കുള്ളിലും രോഗങ്ങളും പ്രതിസന്ധികളും വന്ന് അച്ഛനും അമ്മയുമൊക്കെ മക്കളെ പോറ്റി വളർത്തി അവർ താമസിക്കുന്ന വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും ആ പാവം അച്ഛൻ്റെ വിയർപ്പ് കണങ്ങളുണ്ട്. പല ഭവനങ്ങളിലും വീട്ടിൽ വളർത്തുന്ന നായയുടെ പരിഗണന പോലും കാണിക്കാത്ത പല ഭവനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെയും അറിയാം, 2 വർഷങ്ങൾക്ക് മുമ്പ് 40ഓളം അച്ഛനും അമ്മയും
മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രോഗങ്ങളുമായി മല്ലിടുന്നവരെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാതെ ഹോസ്പിറ്റൽ അധികൃതർ അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഏർപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, നമ്മെ പോറ്റി വളർത്തിയ ഒരു കാലത്ത് നമുക്ക് വേണ്ടി ഓടി നടന്നവർ, അവരുടെ കിതപ്പും അവരുടെ ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ശാരീരികമായല്ല അവർ തളർന്നു പോകുന്നത്, മാനസികമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വൃദ്ധദിനത്തിൽ വൃദ്ധ ദമ്പതികളോട്, നമ്മുടെ അച്ഛനോട് അമ്മയോട്, നമ്മുടെ ഭാര്യയുടെ അച്ഛനോട് അമ്മയോട് മാന്യമായി പെരുമാറാൻ, നല്ല രൂപത്തിൽ വർത്തിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.